പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളാശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. നമ്മളെല്ലാവരും കുരിശു വരയ്ക്കുന്നവരാണ്. ആദ്യത്തെ വിശ്വാസത്തിൻ്റെ പാഠം കുരിശു വരയ്ക്കാൻ പഠിച്ചതാണ്. നെറ്റിയിലും അധരങ്ങളിലും ഹൃദയത്തിലും കുരിശു വരച്ചുകൊണ്ട് പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും നമ്മെ തന്നെ മുദ്രണം ചെയ്യുന്നു. പിതാവായ ദൈവം ബോധമണ്ഡലത്തിലും പുത്രനായ ദൈവം സ്നേഹമണ്ഡലത്തിലും പരിശുദ്ധാത്മാവായ ദൈവം പ്രവൃത്തി മണ്ഡലത്തിലും നിറയണമേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും സ്നേഹത്താലും വിശ്വാസത്താലും കാരുണ്യത്താലും ഓരോ മനുഷ്യജീവിതവും നിറഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തിരുനാൾ അർത്ഥമാക്കുന്നത് എന്താണ്? പ്രിയമുള്ളവരെ, അത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് ഇവരുടെ ജീവിതങ്ങളാണ്, ഓരോ കാലഘട്ടത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. പിതാവായ ദൈവം ബോധമണ്ഡലത്തിൽ നിറയേണ്ടതാണ്, അതായത് ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നത്. പഴയ നിയമത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് പുറത്താക്കപ്പെടുമ്പോൾ പിന്നീട് ശരിയും തെറ്റും പഠിപ്പിച്ച ജ്ഞാനത്തിൻ്റെ അറിവ് ലഭിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ സമൃദ്ധിയിലാണ്. സീനായ് മലമുകളിൽ പിതാവായ ദൈവം മോശ വഴി നിയമം നൽകി. അങ്ങനെ നന്മയും തിന്മയും കൃത്യമായി വേർതിരിച്ചതിൻ്റെ കാലഘട്ടമായിരുന്നു പഴയ നിയമത്തിൻ്റെ കാലഘട്ടം. അങ്ങനെ പിതാവായ ദൈവം ജ്ഞാനമണ്ഡലത്തിൽ നിറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യനും ശരിയുടെയും തെറ്റിൻ്റെയും കൃത്യമായ പാഠം പഠിപ്പിച്ചു. അതിൽ നിന്ന് പൂർത്തീകരിക്കപ്പെടുന്നതാണ് പുത്രനായ ദൈവം. ജ്ഞാനത്താൽ നിറഞ്ഞ നിയമങ്ങൾ കൃത്യമായി ശരിയും തെറ്റിയും മനസ്സിലാക്കിയ മനുഷ്യൻ അവൻ സ്നേഹം കൊണ്ട് നിറയണമെന്ന് പഠിപ്പിച്ചത് പുത്രനായ ദൈവമാണ്. അത് കാലത്തിൻ്റെ തികവിൽ മനുഷ്യൻ്റെ ആവശ്യമായി വന്നു. അങ്ങനെ സ്നേഹത്തിൻ്റെ ഹൃദയം കൊണ്ട് മനുഷ്യനെ അലങ്കരിച്ചതാണ് പുത്രനായ ദൈവത്തിൻ്റെ ജീവിതം. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ നിയമത്തെ, ഈ ജ്ഞാനത്തെ പൂർത്തീകരിച്ചു. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ അവസാനത്തെ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് വിശന്നു, നീ ഭക്ഷണം തന്നോ? എനിക്ക് ദാഹിച്ചു, നീ കുടിക്കാൻ തന്നോ? ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ? ഇങ്ങനെ ചോദിക്കുന്ന നിരവധിയായ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കിടയിൽ 6 ചോദ്യങ്ങളും ശരിയുടെയും തെറ്റിൻ്റെയുമാണ്. ഇങ്ങനെ അതേ എന്നോ അല്ല എന്നോ പറയാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് സ്വർഗം സ്വന്തമാക്കുന്നത്? അത് പഠിപ്പിച്ചത് പുത്രനായ ദൈവമാണ്. സ്നേഹം കൊണ്ട് നിറയണം. നമുക്ക് ലഭിച്ച ജ്ഞാനത്തിൽ, നമുക്ക് ലഭിച്ച നിയമത്തിൽ സ്നേഹം നിറയ്ക്കുമ്പോഴാണ് ഒരുവന് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയുന്നതെന്ന് പുത്രനായ ദൈവം പഠിപ്പിച്ചു. നിയമത്തെ സ്നേഹം കൊണ്ട് വ്യാഖ്യാനിച്ചവനാണ് ക്രിസ്തു. സഭയുടെ നിയമമാണ് കടപ്പെട്ട ദിവസങ്ങളിൽ ദേവാലയത്തിൽ വരണം. അങ്ങനെ നിയമങ്ങൾ ദേവാലയത്തിൽ കൊണ്ടുവന്നെങ്കിൽ ആ ദേവാലയത്തിലുള്ള ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ നിയമമാണ്. നിയമങ്ങൾ ഒരുവനെ, അവൻ്റെ ശരീരത്തെ ഒരിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ സ്നേഹം ഹൃദയത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. ധനികനായ യുവാവിന് നഷ്ടപ്പെട്ടു പോയത് ഈ സ്നേഹത്തിൻ്റെ പാഠമാണ്. എല്ലാ നിയമങ്ങളും അവൻ പാലിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവൻ്റെ ഉള്ളിൽ സ്നേഹം വറ്റിപ്പോയി. അങ്ങനെ സ്നേഹം വറ്റിപ്പോയ ഒരു ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കാനായി ക്രിസ്തു പഠിപ്പിച്ച പാഠമാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചത്. പ്രിയമുള്ളവരെ, അങ്ങനെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് ക്രിസ്തു നിറച്ചു. അതിനുശേഷം പുത്രനായ ദൈവം, അത് പ്രവൃത്തി മണ്ഡലമാണ്. ഒരുവൻ ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കേണ്ട ഏറ്റവും മനോഹരമായ ജീവിതം. നിയമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബലത്തിലാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. ഒരുവൻ്റെ ജീവിതം നയിക്കപ്പെടേണ്ടത് 10 കൽപ്പനകളെ വേലികെട്ടിയാണ്. ഈ 10 കൽപ്പനകളെയും വേലികെട്ടി ജീവിക്കുന്ന യാത്രക്കിടയിൽ ഒരാൾ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, അയാളുടെ ഉള്ളിൽ സ്നേഹം എപ്പോഴും കാതലായി ഉണ്ടാകണം. അങ്ങനെ സ്നേഹം കാതലായി സൂക്ഷിക്കുന്ന ഹൃദയം വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും മുന്നോട്ട് പോകുവാൻ കഴിയും. ഈ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. പിതാവായ ദൈവത്തിൻ്റെ ജ്ഞാനമണ്ഡലവും പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹമണ്ഡലവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രവൃത്തി മണ്ഡലം കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ ക്രൈസ്തവനും. അങ്ങനെ നെറ്റിയിൽ വരച്ച ശിരസ്സും, നെറ്റിയിൽ വരച്ച കുരിശും, അതിരത്തിൽ വരച്ച കുരിശും, ഹൃദയത്തിൽ വരച്ച കുരിശും ജീവിതത്തിൽ തുണയായി നിൽക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിൻ ദഹനബലിയായിടാം, സഹനത്തിൻ ത്യാഗബലിയായിടാം, ദിവ്യസക്രാരി തന്നിലെ വചനമേ, ഇൻ മാനസത്തിൻ ദീപമാ യേശു
യേശുവേ ദാതനാം ദൈവമേ നീ പരിശുദ്ധൻ പുത്രനാം ദൈവമേ നീ പരിശുദ്ധൻ റൂഹായാം ദൈവമേ നീ പരിശുദ്ധൻ ത്രിയേക ദൈവമേ നീ പരിശുദ്ധൻ ദാതനാം ദൈവമേ ആരാധന പുത്രനാം ദൈവമേ ആരാധന റൂഹായാം ദൈവമേ ആരാധന ത്രിയേക ദൈവമേ ആരാധന. So